ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പം നിൽക്കുന്നത് സോപാന ഓഡിറ്റോറിയത്തിലാണ്. കൊല്ലത്ത് എൻ്റെ മോളെ ഡാൻസിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതിനായിട്ട് വന്നതാണ്. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന രാജിയാണ്, അവളെ മോളും ഉണ്ട്. പിന്നെ ബാക്കി സ്റ്റുഡൻസ് എല്ലാം അവിടെ ഇരിപ്പുണ്ട് ഡാൻസിനുള്ള. അതാണ്ട് ഇത് വരുന്നത് നമ്മൾ പ്രവീണ ചേച്ചിയാണ്, ചേച്ചിയുടെ മോളും ഉണ്ട്. അത് വൈഗക്കുട്ടി. പിന്നെ അതാണ്ട് പിള്ളേരെല്ലാം ഓടിക്കളിക്കുകയാണ്. ഇത് എൻ്റെ മോളാണ്. പിന്നെ ഇതാ വരുന്നത് ഈ കൊച്ചുമോള് ജ്യോതി ചേച്ചിയുടെ മോള്. പിന്നെ കുറേ കുട്ടികളുണ്ട്. ഇതാണ്ട അവരെല്ലാവരും ഡാൻസിനായിട്ട് ഉള്ളതാണ്. നമ്മളെ NDC ഫാമിലിയിലെ കുട്ടികളാണ്. അവരെല്ലാം ഉണ്ട്. ഇത് കുട്ടികളുടെ അമ്മമാരാണ്. അവർക്കും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് ചേർന്നില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം അങ്ങനെ ചേരണം. സാറ് നല്ലപോലെ മെനക്കെട്ട് വിളിച്ചു, പക്ഷേ ഞാൻ ഇപ്രാവശ്യം ചേർന്നില്ല. ഇതാണ്ടാ നിൽക്കുന്നതാണ് നമ്മുടെ നിയാസ് മാസ്റ്റർ. ആ മാസ്റ്ററാണ് നമ്മളെ പിള്ളേരെ എല്ലാം ഡാൻസ് പഠിപ്പിച്ച് നല്ല രീതിയിൽ കളിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 4 മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. അവരെല്ലാം പിള്ളേരതാ ഒരുക്കുന്നതാണ് കാണുന്നത്. 2 പേര് ഇത് പ്രവീണ ചേച്ചിയുടെ മോള്, അപ്പുറം താണ്ട എൻ്റെ മോള് കൃഷ്ണേന്ദു, അവളെ ഒരുക്കുന്നു. അവർ 2 പേര് മേക്കപ്പും ചെയ്യും. പിന്നെ ഒരാൾ കണ്ണെഴുതും, ബ്ലഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒരാൾ ഹെയർ സെറ്റ് ചെയ്യും. ഈ പിള്ളേരെ മേക്കപ്പ് ഇട്ട് ഇരുത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ അവർ ഓടിച്ചാടി കളിക്കുകയൊക്കെ ചെയ്യും. വിയർത്ത് ഇതെല്ലാം പോവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടി, എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. അതാണ്ട് ഇത് അടുത്തതായിട്ട് നമുക്ക് ബ്ലഷൊക്കെ ഇടുകയും കണ്ണെഴുതിയൊക്കെ ചെയ്യുന്നത് അവിടെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള രീതിയിലൊക്കെ മേക്കപ്പൊക്കെ ചെയ്തു തരും. അങ്ങനെ വേണ്ട. പിന്നെ ബോയ്സ് ആദ്യം കൃഷ്ണേന്ദുവിൻ്റെ സീനിയർ ഗേൾസിൻ്റെയാണ്. പിന്നെ ജൂനിയർ കിഡ്സ് ഉണ്ടായിരുന്നു. അവരെ ലാസ്റ്റേ ഒരുക്കത്തോളായിരുന്നു കേട്ടോ. അവരെ ആദ്യമൊക്കെ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. എന്ന് വെച്ചാൽ അവർ ചാടി കളിച്ച് ഡ്രസ്സും എല്ലാം അഴുക്കാക്കി വലിയ പാടായിരിക്കും. അങ്ങനെ കൃഷ്ണേന്ദുവിന് അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോക്ക് ബമ്പ് കണക്കാണ്. എല്ലാ പിള്ളേർക്കും ഒരേ ഹെയർ സ്റ്റൈലാണ്. ഇവരെ ഡാൻസിനുള്ള ഈ സീനിയർ ഗേൾസ് ഉണ്ടല്ലോ, സീനിയർ ഗേൾസിനെല്ലാം ഒരേ രീതിയിൽ ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഇതാ ഇവർ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടൊന്ന് കളിച്ച് നോക്കിയാണ്. പാട്ടൊന്നും ഇട്ടിട്ടില്ല, അല്ല ജസ്റ്റ് ഒന്ന് കളിച്ചൊക്കെയോ നോക്കിയാണ്. ആ സമയത്ത് നമ്മളവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണേന്ദു ഒരുങ്ങിയ വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത്, പക്ഷേ ഫോട്ടോ ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ തന്നെ മക്കളെല്ലാം ഒരുക്കി കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടൊരു ചെറിയൊരു ഹോളുണ്ട്, അങ്ങോട്ടാണ് ഇരുത്തുന്നത്. അത് കഴിഞ്ഞ് താണ്ടി ഇവളെ കൊണ്ട് റീല് ഞാൻ ചെയ്യിപ്പിച്ചായിരുന്നു. അത് നമ്മളെ സ്റ്റേജിൽ ആളൊന്നും വലുതായിട്ടില്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാനങ്ങനെ റീല് ചെയ്യിപ്പിച്ച്. ഇത് താണ്ട മേക്കപ്പ് റൂമാണ്. ഇവിടെ കുറേ പിള്ളേരും എല്ലാവരും നമ്മൾ ഫാൻ ഇട്ടിട്ട് അതിൻ്റെ ചുറ്റിനും ഇരുത്തി. എന്നുവെച്ചാൽ മേക്കപ്പ് ഇങ്ങനെ വിയർപ്പില്ല, എന്നാലും ഈ പിള്ളേർ ഓടി കളിച്ച് കഴിയുമ്പോൾ എല്ലാം പോത്തില്ലേ. പിന്നെ അതാണ്ട് ഇപ്പം ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്റ്റേജൊക്കെ ഇങ്ങനെ നമ്മളെ സ്പീക്കറും സൗണ്ടിൻ്റെതും എല്ലാം ഇങ്ങനെ അവരെല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്കിനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് ആദ്യം വന്നത് ഐശ്വര്യയും ദേവിക്കുട്ടിയുമാണ്. അവരാദ്യം വന്ന് മോനെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞ് സമയത്ത് വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന്. അതാണ്ട് മോനും അമ്മയൊക്കെ ആയിട്ട് അവർ 5:30 ആയപ്പോഴത്തേക്കും വന്നു. മോനുമായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടിക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. അവൻ ഒന്നിനും സമ്മതിക്കത്തില്ല. പിന്നെ ചേച്ചിയുടെ മോൻ സിദ്ധു ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മായിയമ്മ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. ഇതാണ്ട അപ്പയും ശ്രുതിയും ദേവിയും ഐശ്വര്യയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ, അനിയത്തി, സ്നേഹ, അപ്പ, കൊച്ചിച്ചൻ, പിന്നെ വീട്ടിനപ്പുറത്തുള്ള അമ്മയുടെ കൂട്ടുകാരി മമ്മിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ കിഡ്സിൻ്റെ പ്രോഗ്രാമാണ്. സാറ് പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് നിർത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മോനാണെങ്കിൽ ആ സമയം കൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അടുത്തിരുന്ന ചേച്ചിയുടെ കയ്യിൽ ഒരു മിഠായി ഇരുന്ന് ഡയറി മിൽക്ക് സിൽക്കിൻ്റെ അത് എടുത്ത് കൊടുത്ത് അത് കിട്ടിയതിന് ശേഷമാണ് നല്ല രീതിയിൽ അടങ്ങിയത്. അതുവരെ എന്നെ ഉപദ്രവിക്കൽ, അവിടെ കിടന്ന് കൂവല്, ബഹളം, അവൾ ചേച്ചിയെ കാണണം, ചേച്ചി എടുത്ത് പോകണം. അത് താമസിച്ച് വന്നതും എന്നെ കാര്യമായി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ വണ്ടിയിൽ തന്നെ തിരിച്ച് പോകേണ്ടി വന്നില്ല. 12 മണിയായപ്പോഴത്തേക്കും ഞാൻ വന്നു. ഇവരൊക്കെ വന്നപ്പോഴത്തേക്കും 5:30 ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛൻ, കൊച്ചിച്ചൻ, ശോഭയപ്പ, അനിയത്തിയും സ്നേഹ അവരൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ, ചേട്ടൻ്റെ അമ്മ, അവൻ ഇടക്കണ്ണിട്ട് നോക്കുന്നു, വല്ല കുരുത്തക്കേടൊക്കെ ഒപ്പിക്കാനാണ്. പിന്നെ ഞാൻ സ്റ്റിക്കൊക്കെ കൊണ്ടുപോയായിരുന്നു. അത് വെച്ച് ജസ്റ്റ് വീഡിയോ എടുത്തു. അടുത്തിരിക്കുന്ന ചേച്ചിയില്ല, ആ ചേച്ചിയാണ് അവന് മുട്ടായി കൊടുത്തത് കേട്ടോ, അവൻ്റെ കരച്ചിൽ കണ്ടിട്ട്. പിന്നെ വേണ്ട അങ്ങോട്ടിരിക്കുക, ആ സൈഡിലോട്ടിരിക്കുക കുറച്ച് ആളുകളൊക്കെ. പിന്നെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു, അവൾമാർ പോസ്റ്റൊക്കെ ചെയ്തു. പിന്നെ അവൻ കിടന്ന് ഭയങ്കര നിർബന്ധം കാരണം അച്ഛൻ കൊണ്ടുപോയി. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് കോളാണ്. പിന്നെ മോള് താണ്ട് ബാക്കിൽ നിന്ന് വെള്ളം, മിനറൽ വാട്ടർ ചോദിക്കുന്നത് അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. നമ്മളതിൽ സ്റ്റോക്കൊക്കെ വെച്ചിരുന്നൊക്കെ തീർന്നു.
നമ്മളെല്ലാവർക്കും കൊടുത്ത് ഷെയറൊക്കെ ചെയ്ത് കൊടുത്ത്. കണ്ട മിന്നു ചിപ്സ് പൊട്ടിക്കുന്നു. അവരാണെങ്കിൽ ഭയങ്കര നിർബന്ധം. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടുപോയി കടയിൽ നിന്ന് ഓരോന്ന് മേടിക്കുമെന്ന് അവനറിയാം. അപ്പോൾ അത് കണക്ക് നിർബന്ധം കാണിക്കും. കുറേ സാധനങ്ങൾ എടുത്തിട്ട് കൊടുത്ത് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് എല്ലാം മാറ്റി വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്കൊന്ന് കുറച്ചൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് കുറേ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത്. പിന്നെ ഇതാണ്ട് ഇടയ്ക്ക് ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഞാനും അനിയത്തിയും കൂടെ ഡ്രസ്സിങ് റൂമിലോട്ട് വന്നു. അപ്പോൾ അവിടെ ആരുമില്ല, എല്ലാവരും സ്റ്റേജിൻ്റെ ബാക്കിലാണ്. ഇത് ഷെറിനാണ്, ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്, എൻ്റെ കൂട്ടുകാരിയാണ്. പിന്നെ അവളൊരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ദാണ്ട് അവർ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത്. ആ നടുക്കിരിക്കുന്നതാണ് നിയാസ് മാസ്റ്റർ. നല്ല രീതിയിൽ അവളെ ട്രെയിൻ ചെയ്തെടുത്ത് എല്ലാവരെയും. അവൾ നല്ല ഷൈ ആയിരുന്നു കളിക്കാനൊക്കെ. ഇപ്പോൾ അതൊക്കെ മാറി ഒറ്റയ്ക്ക് സോളോ ഒക്കെ കളിച്ച് ഒറ്റയ്ക്ക് നിന്ന്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.